ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ ഹെയർ സ്റ്റൈലിങ്ങിനെ കുറിച്ചാണ്. ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സ്റ്റൈലിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ലുക്കിനെയും സ്റ്റൈലിനെയും വേറൊരു തലത്തിലോട്ടും ലെവലിലോട്ടും കൊണ്ടുവന്ന ഒരു സാധനമാണ്. ഇപ്പൊ എല്ലാവരും തന്നെ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുക എന്ന രീതിയിൽ എനിക്ക് എപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, എങ്ങനെ ഈ മുടി ഇങ്ങനെ പൊക്കി വെക്കണം, അതുപോലെ നല്ല രീതിയിൽ എങ്ങനെ കോംബ് ചെയ്ത് വെക്കാം എന്നൊക്കെ ഉണ്ട്. അതിന് ആക്ച്വലി കുറച്ച് ട്രിക്സ് ഉണ്ട്, അതുപോലെ കുറച്ച് ആക്സസറീസും കുറച്ച് പ്രൊഡക്ട്സും നമുക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഹെയർ സ്റ്റൈല് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഹെയർ സ്റ്റൈലിങ്ങിനെ കുറിച്ചാണ്. ഇതിൽ ഒരു ഹെയർ സ്റ്റൈലിംഗ് ഗൈഡാണ്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹെയർ സ്റ്റൈലിംഗ് ഗെയിം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുടി എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ഹെയർ സ്റ്റൈൽ പ്രൊഡക്റ്റ് ആയാലും ശരി, എത്ര വലിയ കൂടിയ കമ്പനി ആയാലും ശരി, ബ്രാൻഡ് ആയാലും ശരി, ഡെയിലി ഒരു കാരണവശാലും നിങ്ങൾ ഹെയർ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. ഞാൻ ഒരു കാരണവശാലും ഡെയിലി ഹെയർ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ്, വല്ല വെളിച്ചെണ്ണ, നല്ലെണ്ണ, ഇതൊക്കെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. ബട്ട് വെൻ ദർ ഇസ് എ ഒക്കേഷൻ, ഒരു ഒക്കേഷൻ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് പോകേണ്ടത്. അന്ന് ഞാൻ ഹെയർ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യും. അപ്പോൾ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്ക് പണി കിട്ടും. കാരണം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽ കണ്ടന്റുകൾ ഉണ്ടാവും. അതേപോലെ നമ്മൾ ബ്ലോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് മുടിയിൽ വേണ്ടാത്ത രീതിയിൽ ബാധിക്കാനുള്ള ചാൻസസ് ഉള്ള കാരണം ഡെയിലി ഇത് ഒരു കാരണവശാലും ചെയ്യരുത്. ഇനി നമ്മൾ പറയാൻ പോണ മെൻ ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള കുറച്ച് ആക്സസറി, ഈ ഐറ്റംസ് നമ്മൾ ഒരു ഹെയർ സ്റ്റൈലിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും വേണം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ബ്രഷ് ആണ്. ഒരു റൗണ്ട് ബ്രഷ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റൈലിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോ ഹെയർ ഡ്രയർ ആണ്. ബ്ലോ ഹെയർ ഡ്രയർ ആണ് ഇതിന്റെ മെയിൻ സാധനം. ബ്ലോ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കോംബാണ്. കോംബും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങിന് കോംബ് വളരെ വളരെ അത്യാവശ്യമാണ്. പിന്നെ കോംബ് തന്നെ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ടൂത്ത് ഉള്ള കോംബ് ഉണ്ട്, അതും നിങ്ങൾ മേടിച്ചു വെക്കണം, അതും അത്യാവശ്യമാണ്. പിന്നെ ഞാൻ പറയാൻ പോണം ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ ആണ്. ഇത് ഹെയർ സ്റ്റൈലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഹീറ്റ് പ്രൊട്ടക്ടർ. ഈ 4 കാര്യങ്ങൾ ആദ്യം നിങ്ങൾ കൊണ്ടുവരിക. ഇനി രണ്ടാമത്തെ കാര്യം, വാട്ട് ആർ ദ സ്റ്റൈൽസ്, എന്തൊക്കെ സ്റ്റൈലാണ് നമുക്ക് ഈ ആക്സസറീസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹെയർ എങ്ങനെ വേണമെങ്കിലും വെട്ടിക്കോ. ഓക്കെ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഹെയർ ഉള്ളവർക്ക് മാത്രമേ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഹെയർ പോലെ മീഡിയം ലെങ്തോ അതോ ഒരു നല്ല രീതിയിൽ ലെങ്ത് ഉള്ള ഒരു ഷോർട്ട് ലെങ്തോ ആയ ആൾക്കാർക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. എന്നാൽ ഒരു ബസ് കട്ട് പോലെയുള്ള ഒരു കട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് നാച്ചുറലി ആ ഒരു ബസ് കട്ടിൻ്റെതായ ഒരു ലുക്കും ഒരു സ്റ്റൈലും ഉണ്ടാവും. സോ വാട്ട് ആർ ദ സ്റ്റൈൽസിൽ ഞാൻ ആദ്യം പറയാൻ പോണ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ സ്റ്റൈലാണ്. ഒരു മെൻ ക്യൂഫ് സ്റ്റൈലാണ്. മെൻ ക്യൂഫ് സ്റ്റൈലിന് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത് എവർഗ്രീൻ ആയിട്ടുള്ള മറ്റൊരു ഹെയർ സ്റ്റൈലാണ് മെൻ പോംപഡോർ. പോംപഡോർ എന്ന് പറഞ്ഞ സ്റ്റൈൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായി. ഈ 5 വർഷമായിട്ട് ഞാൻ ഈ പോംപഡോർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അന്നും ഇപ്പോഴും ആൾക്കാർക്ക് അധികം പോംപഡോർ സ്റ്റൈലിനെ കുറിച്ചോ പോംപഡോർ എന്താണെന്നോ ഒന്നും ശരിക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. പക്ഷെ ഞാൻ ഒരുപാട് നാളായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പോംപഡോർ എന്ന്. ബട്ട് പോംപഡോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലാസ്നെസ് തന്നെ, ഒരു സ്റ്റൈലാണ്, ഒരു ക്ലാസിക് നീറ്റ് സ്റ്റൈലാണ് എപ്പോഴും പോംപഡോർ എന്ന് പറഞ്ഞ സ്റ്റൈല്. എന്നാൽ ഒരു എവർഗ്രീനുമായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പാർട്ടാണ്. സൈഡ് പാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോംപഡോർ ചെയ്തിട്ട് നമുക്ക് സൈഡ് പാർട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പോംപഡോർ ആൻഡ് ഒരു സൈഡ് പാർട്ട് ഹെയർ സ്റ്റൈലുള്ള ആളാണ് ഞാൻ എപ്പോഴും ഒരു ക്ലാസിക് ഹെയർ സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അത് ഇപ്പൊ പറഞ്ഞ ന്യൂജൻ ഹെയർ സ്റ്റൈൽ ആയിട്ടുള്ള മോഹോക്ക് ഹെയർ സ്റ്റൈലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഒരു അണ്ടർ കട്ട് ചെയ്തിട്ട് ഒരു മെൻ ക്വിഫ്, ഒരു സൈഡ് പാർട്ട്, അങ്ങനെയുള്ള ക്ലാസിക് ഹെയർ സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹെയർ സ്റ്റൈലാണ് മെസ്സി ഹെയർ സ്റ്റൈൽ. മെസ്സി ഹെയർ സ്റ്റൈലും പല പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലുകളാണ്. സോ ദർ ആർ സോ മെനി സ്റ്റൈൽസ്. പക്ഷെ ഈ സ്റ്റൈലുകളെല്ലാം ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ ആക്സസറീസ് ആദ്യം നമ്മൾ മേടിക്കുകയും പിന്നെ അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് അറിയുകയും ചെയ്യുന്നു. സോ ഇനി അടുത്തത്
എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് വേണ്ടിയെന്നുള്ളതാണ്. ഒരു ഹെയർ സ്റ്റൈലിംഗ് ഗെയിം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുള്ളത് പറയണം. നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പ്രൊഡക്റ്റാണ് ജെല്ല്. ഇപ്പൊ ജെല്ലിന്റെ കാലഘട്ടമൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിരിക്കണേ, എങ്കിലും ജെല്ല് വളരെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ജെല്ലിനും ജെല്ലിന്റെ ഒരു ലുക്കും സ്റ്റൈലും തന്നെ സാധനമാണ്. ജെല്ല് നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വാക്സ്, ഹെയർ വാക്സ്. വാക്സ് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഏത് സൈറ്റ് എടുത്ത് നോക്കിയാലും ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും വാക്സോടെ വാക്സ് തന്നെയാണ്. സോ വാക്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒക്കേഷൻ അനുസരിച്ച് വേണം വാക്സ് യൂസ് ചെയ്യേണ്ടത്. ദർ ആർ 2 കൈൻഡ് ഓഫ് വാക്സ്. ഒന്ന് മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട്, ഒന്ന് ഗ്രീസി എഫക്റ്റ് ഉള്ളതുകൊണ്ട്. രണ്ടും രണ്ട് രീതിയിലുള്ള ലുക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു പോംപഡോർ സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് പക്കയായിട്ട് നിങ്ങൾക്ക് ഗ്രീസി വാക്സ് യൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് ഒരു ക്യൂബ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷുള്ള വാക്സ് യൂസ് ചെയ്യാം. പിന്നെ വാക്സ് കൂടാതെ തന്നെ ക്ലേ ഉണ്ട്. ക്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു മെസ്സി കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈല്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഈ മാറ്റ് ഫിനിഷുള്ള പോംപഡോർ ആയാലും ശരി, ഒരു ക്യൂഫ് ആയാലും ശരി, ക്ലേ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യണ വേറെ കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റ് ആണ് ഹെയർ പൗഡർ. നല്ല രീതിയിൽ ഒരു വോളിയം തന്നെ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് വോളിയം വളരെയധികം ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഇന്നത്തെ 2024 സ്റ്റൈലിൽ. വോളിയം വേണം. ഒരു ഹെയർ സ്റ്റൈലിംഗ് ഗെയിമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വോളിയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അടുത്തത് ഹൗ ടു സ്റ്റൈൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഹൗ ടു സ്റ്റൈൽ. നിങ്ങൾക്കൊരു നല്ല സ്റ്റൈൽ ഉടനെ നിങ്ങൾ എങ്ങനെ ഇതിനെയൊക്കെ സ്റ്റൈൽ ചെയ്യും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടിയതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഡിസൈഡ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ടിപ്പ് അതാണ്. നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യുക. സ്റ്റൈലിങ്ങിൽ ആദ്യം ചെയ്യേണ്ട ഘടകം വാഷ് ഇറ്റ്. നല്ല രീതിയിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഒരു കണ്ടീഷണർ ഇട്ട് വീണ്ടും വാഷ് ചെയ്യുക. ഷാമ്പൂ, കണ്ടീഷണർ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞ് ടവൽ ഡ്രൈ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ ടവൽ ഡ്രൈ ചെയ്ത് വന്നതിന് ശേഷം അതിനുശേഷം ചെയ്യേണ്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹെയർ ഡാമേജ് ചെയ്യും. സോ ആ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹെയർ സ്റ്റൈലിങ്ങിന് ബ്ലോ ഹെയർ ഡ്രയർ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. സോ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ടർ എന്തായിട്ടും അവിടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഹെയറിന്റെ ഡാമേജ് വളരെയധികം നമുക്ക് അത് മുഖാന്തരം കുറയ്ക്കാൻ സാധിക്കും. സോ ഹീറ്റ് പ്രൊട്ടക്ടർ അതിന് ശേഷം യൂസ് ചെയ്യാം. പിന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് ബ്ലോ ഹെയർ ഡ്രയർ വെച്ചിട്ടുള്ള ഗെയിമാണ് പിന്നുള്ളത്. പല സ്റ്റൈലിലും പല രീതിയിലാണ് ബ്ലോ ഹെയർ ഡ്രയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാം തന്നെ എല്ലാ സ്റ്റൈലിലുള്ളത് എനിക്കിപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ടിട്ട് പറഞ്ഞു തരാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ പറയാം. സ്റ്റൈൽ ചെയ്യുമ്പോൾ ആദ്യം ബ്ലോ ഹെയർ ഡ്രയറിലെ ഹീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ മീഡിയം ലെവൽ ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ടോപ്പ് ലെവൽ ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്യരുത്. അതേപോലെ പതിയെ ഓരോ സൈഡ് എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ബാക്കിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള റൂള്. എങ്കിലും നമ്മൾ പലപ്പോഴും ഫ്രണ്ടിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിൽ നിന്ന് തുടങ്ങിയാലും ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയാലും എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. സോ നിങ്ങൾ ബാക്കിൽ നിന്ന് തന്നെ നിങ്ങളുടെ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ഹെയർ സ്റ്റൈൽ ചെയ്ത് പതുക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരിക. ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ പോംപഡോർ ആണെങ്കിലും ശരി, ഒരു ക്യുഫ് ആണെങ്കിലും ശരി, വോളിയം എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. വോളിയം ഉണ്ടാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തത്. വോളിയം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ അതായത് നമ്മുടെ റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. സോ റൗണ്ട് ബ്രഷിൽ ഇതേപോലെ നിങ്ങളുടെ ഹെയർ എടുക്കുക. കറക്റ്റായ രീതിയിൽ ഇങ്ങനെ ഹെയർ പതുക്കെ പൊക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വിടുക. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ പതുക്കെ ചെയ്യുക. അതായത് ഹെയർ പതുക്കെ നമ്മൾ റൗണ്ട് ബ്രഷിൽ ഇങ്ങനെ എടുക്കുകയും പതുക്കെ ഇങ്ങനെ മുകളിലോട്ട് പോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ കൂളായിട്ട് ഇങ്ങനെ വിടുകയും ചെയ്യുക. അതായത് ലോക്ക് ചെയ്യരുത്. ഇങ്ങനെ നമ്മുടെ ഹെയർ ഇങ്ങനെ ലോക്ക് ആകാണ്ട് പതുക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്തു പോവുക. ഇത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് ഫ്രണ്ടിൽ ഫുള്ളും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിന് ഒരു നല്ല രീതിയിലുള്ള വോളിയം ആയി കഴിഞ്ഞ് ഈ ഹെയർ വോളിയം വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വന്നേക്കുന്ന ഹെയർ സ്റ്റൈലിനെ രണ്ട് രീതിയിലേക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഇതിന് നിങ്ങൾക്ക് ഒരു ക്യൂബ് സ്റ്റൈലായിട്ട് വേണമെങ്കിൽ മാറ്റാം. മറ്റൊന്ന് ഒരു സൈഡ് പാർട്ട് പോംപഡോറായിട്ട് വേണമെങ്കിൽ മാറ്റാം. സോ അവിടെയാണ് ഗെയിം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഏത് സ്റ്റൈലിലോട്ട് പോകണം എന്നുള്ളത്. സോ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് വാക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ക്യൂഫും ഒരു വോളിയമൈസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ടെക്സ്ചറുള്ള ഒരു ലുക്കിലോട്ട് പോകും. എന്നാൽ ഇവിടെ ഈ സെയിം തിങ് തന്നെ ഇവിടെ നിങ്ങൾ ഒരു പോമേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് പോമേഡ്. ഞാൻ
എൻ്റെ ഫേവറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൊമേഡാണ് ഇത്. അമേരിക്കൻ ക്രൂ ഉള്ള ഒരു പൊമേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു പോപ്പഡോറും അതേപോലെ ഒരു ക്ലാസ് ആൻഡ് നീറ്റ് ലുക്ക്, ഒരു ഈടി വെച്ച ഒരു ലുക്ക്. പോപ്പഡോർ നമ്മൾ ഈ വാക്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ കോമ്പ് എടുത്തിട്ട് നമ്മൾ ഈരി വെക്കണം, എന്നാലേ പോമ്പഡോറിൻ്റെതായ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ. പോമ്പഡോർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ മാറ്റ് വാക്സ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കോമ്പ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഹെയർ ബ്രഷ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ പോമ്പഡോർ നിങ്ങൾക്ക് ഒരു സൈഡ് പാർട്ട് പോമ്പഡോർ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റൈൽ ചെയ്തതിന് ശേഷം പൊമേഡ് ഇട്ടതിന് ശേഷം, അതായത് ഒരു ഗ്രീസ് വാക്സ് ഓർ പൊമേഡ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഇട്ടതിന് ശേഷം കോമ്പ് എടുത്തിട്ട് ഈരി വെക്കുക. കോമ്പ് എടുത്ത് ഈരി വെച്ചതിന് ശേഷം അത് അതിൻ്റെ ലുക്ക് നിങ്ങൾ കാണാം, ഒരു ഭയങ്കര ഒരു ക്ലാസ് മെലികിൻ്റെ തന്നെ ഒരു ലുക്കാണ്. സോ ഇതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റൈലുകൾ. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ബ്ലോ ഹെയർ ഡ്രയറും മസ്റ്റായിട്ട് വേണം, റൗണ്ട് ബ്രഷും മസ്റ്റായിട്ട് വേണം. ഇനിയുള്ള ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്, ഒന്നും ചെയ്യേണ്ട. ഞാൻ ഈ പറഞ്ഞ മാതിരി ഷാമ്പൂ ഇട്ട് കണ്ടീഷണർ ഇട്ട് കുളിച്ചിറങ്ങുക, നല്ല രീതിയിൽ ടവൽ ഡ്രൈ ചെയ്യുക. നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് പോമ്പഡോർ സൈഡ് പാർട്ടിൽ ഒരു ചെറിയ പോമ്പഡോർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പൊമേഡ് എടുക്കുക. ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ പൊമേഡ് എടുക്കുക. പൊമേഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് പൊമേഡ് അപ്ലൈ ചെയ്യുക. കോമ്പ് എടുക്കുക, അതായത് നമ്മളുടെ നോർമൽ കാലകാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഈ ഒരു കോമ്പ് എടുക്കുക. മുടി നല്ലോണം ഈരി വെക്കുക. മുടി ഈരി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോംപ് ഉണ്ടാവണം. പോംപ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ ബാക്കിൽ നിന്ന് നമ്മൾ ഈരി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താലേ ആ ഒരു പോംപ് നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ ചെയ്യുക. അത് വളരെ ഒരു ലുക്കും ഒരു സ്റ്റൈലും തന്നെ സാധനമാണ്. ഇനി നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ചില ആൾക്കാരുടെ മുടിയിൽ ചിലപ്പോൾ ഈ ചെയ്ത പ്രൊഡക്റ്റ് ശരിക്കും താന്നു പോകും. നമ്മൾ പോമ്പഡോറിന് വേണ്ടി പൊക്കി വെച്ച് എല്ലാ സാധനവും ചെയ്ത് സെറ്റാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല ചെയ്യണ സമയത്ത് നല്ല വോളിയോ നല്ല കൂർത്തൊക്കെ ഇരിപ്പുണ്ടാവും. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ സംഭവം മുടി താഴോട്ട് പോയി ചപ്പാത്തിയായി പോകും. സോ ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ സെറ്റ് സ്പ്രേ യൂസ് ചെയ്യുക. ഒരു നല്ല സെറ്റ് സ്പ്രേ മേടിക്കുക. സെറ്റ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ മുടി അവിടെ തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കും. സോ സ്റ്റൈൽ ചെയ്യുക. സ്റ്റൈൽ ചെയ്തതിനു ശേഷം ഇഫ് യു വാണ്ട്, ചില ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ചില ആൾക്കാർക്ക് നല്ല വാക്സും പൊമേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി അവിടെ ലോക്കായിട്ട് തന്നെ ഇരിക്കും. ബട്ട് ചില ആൾക്കാരുടെ മുടി ചിലപ്പോൾ ഇതേപോലെ താന്നു പോകും. എനിക്കും പലപ്പോഴും പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പല മാതിരിയാണ്. ചില സമയങ്ങളിൽ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഇരിക്കുകയും അതേസമയം ചില പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മുടി ശരിക്കും പറഞ്ഞ ചപ്പാത്തിയായി പോകും. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിൽക്കും, ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിൽക്കൂലെന്ന്. സോ അതിനുശേഷം ഹെയർ സെറ്റ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെയർ അവിടെ ലോക്കായിട്ടിരിക്കും. ഹെയർ ലോക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കണ്ട. ബട്ട് ഇനി അടുത്തത് ആഫ്റ്റർ ദ സ്റ്റൈലിംഗ് എന്താണെന്നുള്ളതാണ്. സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സെറ്റ് സ്പ്രേ കഴിച്ച് നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഷാമ്പൂ ഇട്ട് കഴുകി ഈ പ്രൊഡക്ട്സ് നിങ്ങളുടെ തലയിൽ നിന്ന് കളയാന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകം. കാരണം ഈ നാളെയും സ്റ്റൈൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഹെയർ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഹെയർ കെയർ എന്ന് പറഞ്ഞ സാധനം നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ അത് നടക്കുള്ളൂ. സോ വാട്ട് യു ഡു ഈസ് വന്ന ഉടൻ തന്നെ നേരെ നിങ്ങൾ പോവാ, ഒരു ഷവർ എടുക്കുക. ഷവർ എടുത്ത് ക്ലീനായി ആദ്യം നമ്മൾ ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ ഷാമ്പൂ ഇട്ട് കഴുകുകയും കണ്ടീഷണർ ഇട്ട് നീറ്റാക്കുകയും ചെയ്യുക. പരിപാടി കഴിഞ്ഞ് ഡെയിലി ഒരു കാരണവശാലും പ്രൊഡക്റ്റ് ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ നിൽക്കരുത്. നാച്ചുറൽ ആയിട്ടുള്ള വല്ല വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒക്കെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. മുടിക്ക് ഏറ്റവും ഗുണമുള്ളത് അത് തന്നെയാണ്. അതുപോലെ ആർഗൻ ഓയിൽ വളരെ നല്ലൊരു സാധനമാണ്. ഇങ്ങനെയുള്ള ഓയിലുകൾ നിങ്ങൾക്ക് ഡെയിലി യൂസിൽ കൊണ്ടുവരാം. അഥവാ മുടി പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവും. സോ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈലിംഗ് ഗൈഡിൽ പറയാനുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഒരു ഏരിയ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് കുറേ സ്റ്റൈലുകളുണ്ട്. സ്റ്റൈലുകളെല്ലാം തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോയിട്ടുണ്ട്. നമുക്കെല്ലാം അതിൽ പറയാൻ സാധിക്കില്ല. സ്റ്റൈലുകളെല്ലാം തന്നെ ചെയ്ത് കാണിക്കാനും സാധിക്കില്ല. സോ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഓരോരോ സ്റ്റൈൽ ചെയ്ത് നിങ്ങളെ കാണിക്കാവുന്നതാണ്. സോ വീണ്ടും ഫാഷനും സ്റ്റൈലും അടങ്ങുന്ന വീഡിയോയുമായി വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.